സ്വർണ്ണക്കടത്ത് സംഘം കേരളത്തിലേക്ക് 50 കോടി രൂപ ഒഴുക്കിയെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. പോലീസിന്റെ സ്വർണ്ണവേട്ട അട്ടിമറിക്കാനാണ് പണം. റോ, DRI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണം തുടരുകയാണ്. 24 എക്സ്ക്ലൂസീവ് ദീപക് ധർമ്മടമാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ദീപക്, ഇപ്പോൾ ഇതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താണ്? കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ വിവിധ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നുണ്ട് എന്നുള്ളതാണോ? ഇതിന്റെ ഉദ്ദേശ്യം എന്താണ്? മറ്റു വിവരങ്ങൾ? അനുജ, ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അട്ടിമറിക്ക് വേണ്ടിയാണ് 50 കോടി രൂപ മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് ഹവാലയായി ഒഴുക്കിയത്. അതിന്റെ ആദ്യ ഗഡു എത്തിക്കഴിഞ്ഞു, അത് ചിലർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. അതിനുവേണ്ടി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നു. ആ പേരുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല. അത്തരത്തിലുള്ള വളരെ ക്രൂഷ്യലായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, IB റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത്. മാത്രവുമല്ല, ഇതിന്റെ അടിസ്ഥാനത്തിൽ റോയും DRIയും വിശദമായ പരിശോധനയിലേക്ക് കടന്നു. കേരളത്തിലെ വിവിധ എയർപോർട്ടുകൾ, അത് കരിപ്പൂർ വിമാനത്താവളം മാത്രമല്ല, കണ്ണൂർ വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം, ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പോലീസിന്റെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ BNSലെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസിന് കൂടുതൽ അധികാരം ലഭിച്ചു. ആ അധികാരപ്രകാരം പോലീസ് സ്വർണം കടത്തു പിടിച്ചാൽ, ഹവാല പിടിച്ചാൽ, സ്വാഭാവികമായും അതിലെ പ്രാഥമികമായ കുറ്റകൃത്യം തന്നെ നേരെ ജയിലിലേക്ക് പോകൽ എന്നുള്ള രീതിയിലുള്ള ശിക്ഷയാണ് BNSലെ വകുപ്പുകൾ പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള വകുപ്പുകളല്ല, പുതിയ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനാണ് കൂടുതൽ അധികാരം. കസ്റ്റംസിനാണെങ്കിൽ ടാക്സിന്റെ കേസ് മാത്രമേ ഉള്ളൂ. അതും 10 ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന സ്വർണം പിടിച്ചാൽ മാത്രമാണ് കൂടുതൽ നടപടിയിലേക്ക് കസ്റ്റംസ് നിയമപ്രകാരം പറ്റുകയുള്ളൂ. പക്ഷെ കേരള പോലീസിന് ഈ BNS നിയമപ്രകാരം, അതായത് പുതിയ കേന്ദ്ര നിയമപ്രകാരം BNS പ്രകാരം എടുക്കുമ്പോൾ കേസിന് ഗുരുതരമായ വകുപ്പുകൾ വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മാത്രവുമല്ല, അതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഈ സ്വർണ്ണക്കടത്തിന് പഴയതുപോലെ കരിയർമാരെ GCC രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നും കിട്ടുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അട്ടിമറി നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 50 കോടി കേരളത്തിലേക്ക് ഹവാല പമ്പ് ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥരുടെ രഹസ്യ നീക്കങ്ങൾ വിലയിരുത്തൽ, അത് ചോർത്തൽ, മറ്റൊന്ന് ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് സ്വാധീനിക്കൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു വേണ്ടിയുള്ള പ്രചരണത്തിനും പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യത്ത് നിന്ന് തന്നെ നമ്മുടെ റോ ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ രഹസ്യമായി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ DRIയും, അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും, അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അനാലിസിസ് വിംഗ്, രാജ്യാന്തര രഹസ്യാന്വേഷണ സംഘടനയായ ഇന്ത്യയുടെ ഏജൻസിയായ റോയും ഇത് വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കൂടിയാണ്. അതിനുള്ള ഒരു സൂചനയാണ് അനുജ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അത് ഞെട്ടിക്കുന്നൊരു റിപ്പോർട്ടാണ്. സ്വർണ്ണക്കടത്ത് സംഘം കേരളത്തിലേക്ക് 50 കോടി രൂപ ഒഴുക്കി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അത് പോലീസിന്റെ സ്വർണ്ണവേട്ട അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ഇതിൽ കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുകയാണ്. ദീപക് ധർമ്മടമാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രത്യേക ലൈവത്തോണിലേക്ക് മടങ്ങിയെത്തും. നമുക്കൊപ്പം തത്സമയം അതിഥികളുണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം